കോൺഗ്രസുകാരും ബി.ജെ.പിക്കാരും ഒക്കെ കണക്കാണ്. മുണ്ടക്കൈ ദുരിതാശ്വാസ പ്രവർത്തനത്തിലേക്ക് വേണ്ട ഫണ്ട് തരാതെ പിടിച്ചുവെക്കുകയും ഏറ്റവും വലിയ ദുരന്തം ജീവിതത്തിൽ നേരിട്ട ജനങ്ങളെ വീണ്ടും ചവിട്ടിത്താഴ്ത്താൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുകയും ചെയ്തപ്പോൾ അതിനെതിരെ ശബ്ദമുയർത്താതെ കോൺഗ്രസുകാർ ഇരുന്നതിന്റെയൊക്കെ കാരണം ഇപ്പോഴാണ് വ്യക്തമായത്. എല്ലാവർക്കും കൈയിട്ട് വാരുക എന്നത് തന്നെയാണ് ലക്ഷ്യം. പക്ഷേ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുന്നത് വല്ലാത്തൊരു ഗതികേട്ടാണ് രാഷ്ട്രീയക്കാരെ. പറയാതിരിക്കാൻ കഴിയില്ല. അമ്മയും പെങ്ങളും അച്ഛനും കൂടപ്പിറപ്പും കുഞ്ഞുമക്കളും ഉൾപ്പെടെ ജീവിതത്തിന്റെ സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു പോയവരാണ് മുണ്ടക്കൈയിലെ ജനങ്ങൾ. ഒരായുസ് മുഴുവൻ ജീവിച്ചിരുന്ന മണ്ണ് പോലും അവർക്ക് അനാഥമായി. ഒരു കുടുംബത്തിൽ ജീവിച്ചിരുന്നു എന്നതിന്റെ ഓർമ്മപ്പെടുത്തൽ പോലും ബാക്കിയാകാതെ മലവെള്ളപ്പാച്ചിൽ തട്ടിയെടുത്തത് പല മനുഷ്യരുടെയും ഒരായുസിന്റെ സമാധാനം കൂടിയാണ്. അങ്ങനെയുള്ള പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി പിണറായി സർക്കാരിന്റെ പേരിൽ സമാഹരിച്ച പണം എന്തു ചെയ്തു എന്ന് പല ആവർത്തി ചോദ്യം ഉന്നയിച്ചവരാണ് കോൺഗ്രസുകാർ. ഓഖി ദുരന്തത്തിലും പ്രളയത്തിലും സമാഹരിച്ച തുക മുഴുവൻ പിണറായി സ്വന്തം വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി എടുത്തു എന്ന് പോലുമുള്ള ആരോപണങ്ങൾ യാതൊരു ഉറപ്പുമില്ലാതെ പറഞ്ഞു നടന്ന കോൺഗ്രസുകാർ എന്താണ് ചെയ്തതെന്ന് കേൾക്കണം. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതാശ്വാസത്തിന് ആലപ്പുഴയിൽ നിന്ന് യൂത്ത് കോൺഗ്രസ് പിരിച്ച പണം സംസ്ഥാന കമ്മിറ്റിക്ക് കൈമാറിയില്ല. സമ്മാനം വാഗ്ദാനം ചെയ്തും ചലഞ്ചുകളിലൂടെയും അമ്പലപ്പുഴ നിയോജക മണ്ഡലം കമ്മിറ്റി സമാഹരിച്ച 2,50,000 രൂപ ഇപ്പോഴും നേതാക്കളുടെ പോക്കറ്റിൽ. ഫെബ്രുവരിയിൽ ജില്ലയിലെ യൂത്ത് കോൺഗ്രസിനുള്ളിൽ ഗ്രൂപ്പ് പോര് മുറുകിയതോടെയാണ് പണം കൈമാറിയിട്ടില്ല എന്ന വിവരം പുറത്തായത്. തുടർന്ന് സംസ്ഥാന പ്രസിഡന്റ് പങ്കെടുക്കുന്ന പരിപാടിയിൽ ഉടൻ പണം കൈമാറുമെന്ന് ജില്ലാ നേതൃത്വം അറിയിച്ചു. മാസങ്ങൾ പിന്നിട്ടിട്ടും അത് നടന്നില്ല. നിയോജക മണ്ഡലം പ്രസിഡന്റിന്റെ അസാന്നിധ്യത്തിൽ ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന സെക്രട്ടറിക്ക് 2024 ആഗസ്റ്റിലാണ് പണം പിരിക്കാൻ സംസ്ഥാന പ്രസിഡന്റ് ചുമതല നൽകുന്നത്. കോൺഗ്രസ് നേതൃത്വത്തിൽ പലർക്കും എതിർപ്പുണ്ടായിരുന്നു. ഒരുമിച്ച് പണം പിരിച്ചെങ്കിലും മുൻ മന്ത്രിയും കെ സി വേണുഗോപാൽ വിഭാഗത്തിലെ മുതിർന്ന നേതാവും ഇടപെട്ട് സംസ്ഥാന സെക്രട്ടറിയെ ചുമതലയിൽ നിന്ന് നീക്കി. തുടർന്നാണ് പ്രശ്നങ്ങളുടെ തുടക്കം. തർക്കം രൂക്ഷമായതോടെ കൂപ്പൺ വാങ്ങിയിട്ട് കുറ്റിയോ പണമോ തിരികെ ഏൽപ്പിക്കാത്തവരുടെയും മുണ്ട് ചലഞ്ചിനായി മുണ്ടുകൾ കൈപ്പറ്റിയിട്ട് മുങ്ങിയവരുടെയും പേരുകൾ സ്വന്തം ലെറ്റർ പാഡിൽ എഴുതി സംസ്ഥാന സെക്രട്ടറി പുറത്തുവിട്ടിരുന്നു. എന്തൊക്കെ പ്രഹസനങ്ങളായിരുന്നു പിണറായി സർക്കാരിനെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നത്. ഖജനാവിൽ നിന്ന് പണം കൈയിട്ട് വാരുന്നു എന്നും കൊള്ളയടിക്കുന്നു എന്നും ദൂർത്തടിക്കുന്നു എന്നും ഒക്കെ. എന്നിട്ടിപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ് ഇത്രയും വലിയ ദുരന്തം അനുഭവിച്ച പാവപ്പെട്ട ജനങ്ങൾക്ക് കൊടുക്കേണ്ട കാശ് പിരിച്ചെടുത്ത് പുട്ടടിച്ചത്. ഇത്രയും ദാരിദ്ര്യമുണ്ടായിരുന്നു കോൺഗ്രസ് നേതാക്കന്മാർക്കെന്ന് പൊതുജനം അറിഞ്ഞില്ല. നെറികേടെന്ന് വിളിക്കണോ വിവരക്കേടെന്ന് വിളിക്കണമോ എന്നറിയില്ല ഈ കാണിച്ച വൃത്തികേടിനെ. കോൺഗ്രസ് പ്രസ്ഥാനത്തിന് മാത്രമല്ല കേരള മനസാക്ഷിയെ മുഴുവൻ ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തിയായി പോയി കോൺഗ്രസ് നേതാക്കന്മാർ ചെയ്തത്. അനുയായികളൊക്കെ ഇങ്ങനെയാകുന്നത് മുതിർന്ന നേതാക്കന്മാർ ഇതിലും വലിയ കട്ടുമുടിക്കൽ നടത്തുന്നത് കണ്ടിട്ട് തന്നെയാണ്. പരമദാരിദ്ര്യത്തിൽ കഴിയുന്ന നിസ്സഹായരുടെ ദയനീയതയിൽ കൈയിട്ട് വാരാൻ എങ്ങനെ മനുഷ്യപ്പറ്റുള്ള ഒരാൾക്ക് കഴിയുന്നു എന്നതാണ് അറിയാത്തത്. രാഷ്ട്രീയവും മതവും ഒക്കെ മാറ്റിവെച്ചാലും ഒരു മനുഷ്യനും ചെയ്യാൻ കഴിയുന്ന പ്രവൃത്തിയല്ല കോൺഗ്രസുകാർ ചെയ്തത് എന്ന് ഓർക്കണം.